ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സെറൂറി ഖുറാക്ക് എന്ന ലെസൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? മമ്മി ടി വിയിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. പപ്പ ആ സമയം സ്റ്റേജിലോട്ട് കടന്നു വരുന്നു. റിമോട്ട് കൊണ്ട് ന്യൂസ് ചാനൽ വെക്കുന്നു. ന്യൂസ് ചാനലിൽ എന്തായിരുന്നു ന്യൂസ് ഉണ്ടായിരുന്നത്? ജപ്പാനിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ പറ്റി അല്ലേ. പക്ഷേ ഇതൊന്നും തന്നെ മമ്മി അറിഞ്ഞിട്ടില്ല. മമ്മി അത് കണ്ടപ്പോൾ ചോദിക്കുകയാണ്, ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ പപ്പ പറയുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വിനോദങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് വേദനിക്കുന്നവരുടെ നിലവിളി കേൾക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പം അതിൻ്റെ ബാക്കി നോക്കാം. മമ്മി കൈസി ബാത്തേം കർത്തേ ഹേ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? പപ്പ ठीक कह रहा हूँ, हाथ से इशारा करके। इतने मोटे अक्षरों में हेड न्यूज़ छपी है सभी अखबारों में। आँख उड़ाकर कभी देखती हो अखबार की ओर। എന്താ പറഞ്ഞത്? ടീക്ക് കഹ് റഹാഹും, ഞാൻ പറയുന്നത് കറക്റ്റാണ് ഞാൻ പറയുന്നത്. ഹാത്ത് സേ ഇഷാര കർക്കെ, ഇഷാര കർണെന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിക്കുക, കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട്. ഇത്തനെ മോട്ടെ അക്ഷരോമേ ഹെഡ് ന്യൂസ് ചപ്പി ഹേ സഭി അഖ്ബാരോമേ, ഇത്രയും വലിയ അക്ഷരങ്ങളിൽ എല്ലാ പത്രങ്ങളിലും ഹെഡ് ന്യൂസ് അച്ചടിച്ചിട്ടുണ്ട്. ആങ്കുടാക്കർ കഭി ദേഖ്തി ഹോ അഖ്ബാർ കി ഓർ, നീ കണ്ണു തുറന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഈ പത്രത്തിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടോ? ടീക്ക് കഹ് രഹാ ഹോ, കറക്റ്റാണ് ഞാൻ പറയുന്നത്. ഹാത്ത് സേ ഇഷാര കർക്കെ, കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് അല്ലെ കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇത്തനെ മോട്ടെ അക്ഷരവുമേ ഹെഡ് ന്യൂസ് ചപ്പി ഹേ സഭി അഖ്ബാരോമേ, ഇത്രയും വലിയ അക്ഷരങ്ങളിൽ എല്ലാ പത്രങ്ങളിലും ഹെഡ് ന്യൂസ് അച്ചടിച്ചിട്ടുണ്ട്. ആങ്ക് ഉഠാക്കർ കഭി ദേഖ്തി ഹോ അഖ്ബാർ കി ഓർ, കണ്ണു തുറന്ന് നീ ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഈ പത്രത്തിലേക്ക് നീ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയോ? മമ്മി ഘർ കെ കാംകാജ് സെ ഫുർസത്ത് മിലെ തബി തോ കോയി അഖ്ബാർ ദേഖേ പടേ. എന്താ പറഞ്ഞത്? ഘർ കെ കാംകാജ് എന്ന് പറഞ്ഞാൽ വീട്ടുജോലി. ഘർ കെ കാംകാജ് സെ ഫുർസത്ത് മിലെ തബി തോ കോയി അഖ്ബാർ ദേഖേ പടേ. വീട്ടുജോലി കഴിഞ്ഞിട്ട്, ഫുർസത്ത് ടൈം, വീട്ടുജോലി കഴിഞ്ഞ് സമയം കിട്ടണ്ടേ? തബി തോ കോയി അഖ്ബാർ ദേഖേ പടേ, എന്നിട്ട് വേണ്ടേ പത്രം ഒന്ന് വായിക്കാൻ? പപ്പ ടീക്ക് കഹത്തി ഹോ, അത് ശരിയാ നീ പറയുന്നത്. ഉൾട്ടെ സീതെ സീരിയൽ തോ തും ജൈസെ ഘർ കെ കാം കർത്തേ ദേഖ്തി രഹത്തി ഹോ, നീ ഈ സീരിയലുകളൊക്കെ വീട്ടുജോലിക്ക് ഇടയിലും വീട്ടുജോലി ചെയ്തുകൊണ്ടും നീ ഈ സീരിയലൊക്കെ കാണുന്നുണ്ടല്ലോ. ഉൾട്ടെ സീതെ സീരിയൽ തോ തും ജൈസെ ഘർ കെ കാം കർത്തേ ദേഖ്തി രഹത്തി ഹോ, അതായത് ഈ സീരിയൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സീരിയൽ എന്ന് ഉദ്ദേശിച്ചാണ്. നീ ഈ സീരിയലുകളൊക്കെ വീട്ടുജോലികൾക്കിടയിലും കാണുന്നുണ്ടല്ലോ. മമ്മി ബസ് കൊള്ളാം. കാം കാജ് മേ ചാഹെ ജിത്തന ഘട്ടെ മനോരഞ്ജൻ കെ ആസ്പാസ് ന ഫടക്കെ ജായേ ഘർ കി ഔരത്ത്. അപ്പോൾ എന്താ മമ്മി പറഞ്ഞത്? കാം കാജ് മേ ചാഹെ ജിത്തന ഘട്ടെ, അതായത് വീട്ടുജോലി എത്ര വേണമെങ്കിലും ആകാം, മനസ്സിനെ മനോരഞ്ജൻ കെ ആസ്പാസ് ന ഫടക്ക് ജായേ, മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കാണാൻ പാടില്ല സ്ത്രീകൾ എന്നാണ് മമ്മി പറഞ്ഞത്. അതായത് വീട്ടുജോലികൾ എത്ര വേണമെങ്കിലും ആകാം, അല്ല വീട്ടുജോലികൾ എത്ര വേണമെങ്കിലും ചെയ്യാം, മനസ്സിന് സന്തോഷം കിട്ടുന്നിടത്തേക്ക് പോകാൻ പാടില്ല സ്ത്രീകൾക്ക്. കാം കാജ് മേ ചാഹെ ജിത്തന ഘട്ടെ മനോരഞ്ജൻ കെ ആസ്പാസ് ന ഫടക്ക് ജായേ ഘർ കി ഔരത്ത്, വീട്ടുജോലികൾ എത്ര വേണമെങ്കിലും ചെയ്യാം, മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യവും ചെയ്തുകൂടാ സ്ത്രീകൾക്ക്. ഇതെന്തൊരവസ്ഥയാന്ന്. പപ്പ രമ तुम मेरी बात को गलत समझ रही हो। मेरे कहने का मतलब है कि न तो घर के कामकाज में और न ही अपने मनोरंजन में हमें इस कदर डूब जाना चाहिए कि हम अपने आसपास के लोगों के दुख दर्द देख ही न पाए. എന്താ പപ്പ പറഞ്ഞത്? രമേ തും മേരി ബാത്ത് കോ ഗലത്ത് സമച്ച് രഹി ഹോ, നീ ഞാൻ പറയുന്നത് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മേരെ കഹിനേക്കാ മതലബ് ഹേക്കി, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. നത്തോ ഘർ കെ കാംകാജ് മേ
और न ही अपने മനോരഞ്ജൻ മേ അതായത് നമ്മൾ വീട്ടുജോലിയിലാണെങ്കിലും വിനോദങ്ങളിലാണെങ്കിലും ഹമേ ഇസ് കദർ ഡൂബ് ജാന ചാഹിയേ കി ഹം അപ്നെ ആസ് പാസ് കെ ലോഗോं के दुख दर्द देख ही न पाए. അതായത് നമ്മൾ വീട്ടുജോലിയിലാണെങ്കിലും വിനോദങ്ങളിലാണെങ്കിലും നമ്മളെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാത്ത വിധം അതിൽ മുഴുകിയിരിക്കാൻ പാടില്ല. തും മേരി ബാത്ത് കോ സമച്ച് രഹി ഹോ, നീ ഞാൻ പറയുന്നത് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. മേരെ കഹിനേക്കാ മതലബ് ഹേക്കി, മതലബ് എന്ന് പറഞ്ഞാൽ മീനിങ്, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. നത്തോ ഘർ കെ കാംകാജ് മേ और നഹി അപ്നെ മനോരഞ്ജൻ മേ ഹമേ ഇസ് കദർ ഡൂബ് ജാന ചാഹിയേ. അതായത് നമ്മൾ വീട്ടുജോലിയിലാണെങ്കിലും വിനോദങ്ങളിലാണെങ്കിലും നമ്മൾ ഇത്രയും മുഴുകിയിരിക്കാൻ പാടില്ല. ഇത്രയാണ് അപ്നെ ആസ്പാസ് കെ ലോഗോं के दुख दर्द देख ही न पाए. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാത്ത വിധം നമ്മൾ അതിൽ മുഴുകിയിരിക്കാൻ പാടില്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന ആൾക്കാരുടെ വേദനയും ദുഃഖവും നാം കാണാത്ത വിധത്തിൽ നമ്മൾ നമ്മുടെ ജോലിയിലും അതുപോലെ വിനോദ പരിപാടികളിലും മുഴുകിയിരിക്കാൻ പാടില്ല. മമ്മി ഐ ആം സോറി. എന്താ മമ്മി പറഞ്ഞത്? ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ. जापान में आज सुबह सैकड़ों लोग मौत के मुख में समा गए. എന്താ പപ്പ പറഞ്ഞത്? ജാപ്പാൻ മേ ആജ് സുബഹ്, ജപ്പാനിലെ ഇന്ന് രാവിലെ സൈക്കഡോൻ ലോഗ്, സൈക്കഡോ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാർ, മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം, മൗത്തുക്കെ മുഹമേ സമാകയെ, മരണത്തിൻ്റെ വായിലകപ്പെട്ടു, അതായത് മരണമടഞ്ഞു. നൂറുകണക്കിന് ജനങ്ങൾ ജപ്പാനിൽ നിന്ന് രാവിലെ മരണമടഞ്ഞു. സൈക്കഡോൻ ലോകിൽ ലാപതാഹേ, നൂറുകണക്കിന് ആൾക്കാർ മിസ്സിംഗ് ആണ്, നൂറുകണക്കിന് ആൾക്കാരെ കാണാതായി. ജാൻ ഔർ മാൽ ദോനോ കാ നുക്സാൻ ഹുവാ ഹേ, ജീവനും സമ്പത്തും, ജാൻ ഔർ മാൽ ജീവനും സമ്പത്തും, ദോനോ കാ നുക്സാൻ ഹുവാ ഹേ ജീവനും സമ്പത്തും നഷ്ടമായി. മാനാ കി ജാപ്പാൻ ഏക് ദൂസരാ ദേശ് ഹേ ലേക്കിൻ ഹേ തോ സബ് മനുഷ്യ ഹി. ഇപ്പോൾ പപ്പ പറഞ്ഞു കൊടുക്കുവാണ്, മാനാക്കി ജാപ്പാൻ ഏക് ദൂസരാ ദേശേ. നീ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും ജപ്പാൻ വേറൊരു രാജ്യമല്ലേ, നമ്മളെന്തിനാ അക്കാര്യമൊക്കെ അവിടുത്തെ ആൾക്കാരുടെ കാര്യമൊക്കെ ചിന്തിക്കുന്നതെന്ന്. ഇത് ജപ്പാൻ വേറൊരു രാജ്യമാണെന്ന് നീ കരുതുന്നുണ്ടെങ്കിലും അവിടെയുള്ളവരും മനുഷ്യർ തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. മമ്മി ठीक कहती हो, നിങ്ങൾ പറയുന്നത് ശരിയാ. मुझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए था. मुझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए था. ഞാൻ എൻ്റെ വിനോദ പരിപാടികളിൽ മാത്രമായി ഒതുങ്ങാൻ പാടില്ലായിരുന്നു. ഞാൻ എൻ്റെ വിനോദ പരിപാടികളിൽ ഇത്രയും മുഴുകിയിരിക്കാൻ പാടില്ലായിരുന്നു. പപ്പ സിർഫ് തുമേ നഹി, നിനക്ക് മാത്രമല്ല, ദർശകോं की ഓർ ഇഷാര കർക്കെ, ഓഡിയൻസിന് നേരെ ആംഗ്യം കാണിച്ചുകൊണ്ട്, ഹം സഭിക്കോ നമുക്കെല്ലാവരും തന്നെ വിനോദ പരിപാടികളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. ദൃശ്യ സമാപ്ത്, ദൃശ്യം അവസാനിച്ചു. അപ്പോൾ ഈ നാടകത്തിൽ നമ്മോട് പറയുന്നത് എന്താണ്? അതായത് വിനോദ പരിപാടികൾ മാത്രം കാണാതെ ലോകത്ത് നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മറ്റുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട് കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത്രയാണ് ഈ ലെസൻ്റെ അകത്തുള്ളത്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. താങ്ക് യു.